നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെയാണ്, വേറൊരു സ്പോട്ടിൽ ഏതാണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. സോ നമുക്കാണെങ്കിൽ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബാർസലോണ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബാർസലോണയുടെ പ്രീ സീസണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ജപ്പാനിലോട്ട് പറക്കും. ജപ്പാനിലാണെങ്കിൽ നാളെ നമ്മൾ വിസൽ കോപ്പിലോട്ട് ജപ്പാനിലോട്ട് പറന്നു ഓൾറെഡി. നാളെ നമ്മൾ വിസൽ കോപ്പിന് അഗേൻസ്റ്റ് മാച്ച് കളിക്കാനായിട്ടും പോവാണ്. സോ നമ്മുടെ സ്ക്വാഡ് അനൗൺസ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് കാണാം ഇപ്പൊ സ്ക്രീനിൽ. അവിടെ മെയിൻ ആയിട്ടുള്ള റാഷ്ഫോർഡ് അണ്ണനും എല്ലാം കയറിയിട്ടുണ്ട്. റൂണി ബാഡ്ഗേനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നോക്കി നിൽക്കുന്ന 4 അക്കാഡമി പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗൂളി ഫെർണാണ്ടസ്, ടോണി ഫെർണാണ്ടസ്, ഈ രണ്ടുപേരെ എല്ലാവർക്കും അറിയായിരിക്കും. റെഗുലർലി നമ്മൾ കേട്ട് കണ്ട പേരുകളാണ്. അതെല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്ന നെയിം ജോഫ്രെ ടോറന്റെ എന്ന് പറയുന്ന നമ്മുടെ ഫുൾ ബാക്ക്, പുള്ളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അനദർ എക്സൈറ്റിംഗ് യങ്സ്റ്റർ ആണെന്ന് ചോദിച്ചാൽ പെഡ്രോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന 17 വയസ്സാനായ ലാമാസിയാക്കി നമ്മുടെ തിയാഗോയും ഇനിയസ്റ്റയും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പാരിസൺ ആണ് ഈ ചെക്കനുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൊഫൈലാണ്, മിഡ്ഫീൽഡർ ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു താരത്തിനെ കുറിച്ചെന്നാണ് പുള്ളിയുടെ ഫോർമർ കോച്ചുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻസി ഫ്ലിക്കും റെഗുലർലി ഈ ചെക്കനെ കഴിഞ്ഞ വർഷത്തോടെ മോണിറ്റർ ചെയ്യുന്നതാണെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ, എക്സൈറ്റഡ് ആണ് ഈ പെഡ്രോ ഫെർണാണ്ടസ് എങ്ങനെ പിച്ചിൽ പെർഫോം ചെയ്യും. 17 വയസ്സ്. ഈ സീസൺ ഇപ്പൊ പ്രീ സീസണിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രതീക്ഷ പല പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്താതെ ഇവനെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാൻസി ഫ്ലിക്ക്. സോ എമ്മാതിരി പ്രതീക്ഷയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെ വന്ന് ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും ഈ മറ്റു പല നെയിംസിനെയും പിന്തള്ളിക്കൊണ്ട് ഇവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്ലിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കുവാണ്. സോ നമുക്കറിയാം ടെർ സ്റ്റെഗൻ വേഴ്സസ് ബാർസലോണ ഇഷ്യൂ ഹീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി, താൻ 3 മാസത്തേക്കായിരിക്കും ഔട്ട് ആവുക എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ. ആൻഡ് ക്ലബിന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാല് ഒഫീഷ്യലി ബാർസലോണ പോസ്റ്റ് ത്രൂ അനൗൺസ് ചെയ്യും ടെർ സ്റ്റെഗൻ ഇങ്ങനെ സർജറി ചെയ്യാൻ പോകുന്ന കാര്യം, ഇഞ്ചുറി കാരണം പുറത്തായിരിക്കാൻ പോവാണെന്നുള്ള കാര്യം. ബട്ട് ടെർ സ്റ്റെഗൻ ക്ലബിന്റെ എന്നാ പറയാ ഡിസിഷന് മുമ്പ് തന്നെ ചാടി കയറി സംഭവം പോസ്റ്റ് ചെയ്യുകയും സർജറി എടുക്കാൻ പോവുകയാണെന്ന്, സ്പെസിഫിക്കലി 3 മാസത്തേക്ക് ഔട്ടാണെന്ന് പറയുകയാണ് ചെയ്തത്. സോ ഇത് എങ്ങനെയാണ് ബാർസലോണയെ ബാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കാരണം ലലീഗയുടെ റൂൾ പ്രകാരം 4 അതിൽ കൂടുതൽ ഡേയ്സ് 4 മാസം അതിൽ കൂടുതൽ ഔട്ടാണെങ്കിൽ മാത്രമേ താരത്തെ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഡീരജിസ്റ്റർ ചെയ്താൽ ആ ഡീരജിസ്റ്റർ ചെയ്ത സാലറിയുടെ 80% യൂസ് ചെയ്തുകൊണ്ട് നമുക്കാണെങ്കിൽ ടെർ സ്റ്റെഗന്റെ 80% യൂസ് ചെയ്തുകൊണ്ട് മറ്റ് പ്ലേയേഴ്സിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട്, എന്നാൽ ടെർ സ്റ്റെഗനെ നമുക്ക് അങ്ങ് ഫുള്ളി ഡീരജിസ്റ്റർ ചെയ്താൽ പോരെ. അങ്ങനെയല്ല, ലലീഗയുടെ റൂൾ പ്രകാരം ഓൾറെഡി ടെർ സ്റ്റെഗന് 2028 വരെ കോൺട്രാക്ട് ഉണ്ട്. സോ 2028 വരെ ടെർ സ്റ്റെഗൻ രജിസ്റ്റേർഡ് ആണ്. സോ നമുക്കാണെങ്കിൽ അങ്ങനെ ചുമ്മാ കയറി ഡീരജിസ്റ്റർ ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതാണ് ലലീഗയുടെ റൂൾ. അല്ലെങ്കിൽ നമ്മൾ പുള്ളിയുടെ 3 വർഷത്തേക്കുള്ള സാലറിയും പേ ചെയ്ത് കംപ്ലീറ്റ്ലി പ്ലെയറിനെ ഫ്രീ ഏജന്റ് ആക്കി റിലീസ് ചെയ്യാം. അങ്ങനെ പറ്റും. അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓൾറെഡി ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു പ്ലെയർ 2028 വരെ ലീഗ് രജിസ്റ്റേർഡ് ആയിരിക്കുന്ന പ്ലെയർ ചുമ്മാ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. സോ എന്റെ ഒരു ഒപ്പീനിയൻ പറയാനായിട്ടാണെങ്കിൽ ഈ സിറ്റുവേഷൻ നമ്മൾ ഡീൽ ചെയ്ത്, അതായത് ബാർസലോണ ഡീൽ ചെയ്ത രീതി, ടെർ സ്റ്റെഗൻ ഡീൽ ചെയ്യുന്ന രീതി, രണ്ടിലും ഇഷ്യൂസ് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ എസ് ക്ലബിന്റെ എന്നാ പറയാ ഡിസിഷൻ അവഗണിച്ചുകൊണ്ട് വന്ന് ഈ ഒരു പോസ്റ്റ് ഇട്ടത് ശരിയായില്ല 100%. ആൻഡ് ക്ലബിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന കാര്യമാണ്. നമുക്ക് വീണ്ടും 4 മാസത്തേക്ക് പ്ലെയർ ഔട്ട് ആണെന്ന് ലലീഗ ധരിപ്പിക്കാൻ പറ്റും, പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഹൂസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ക്ലബ്, വർഷങ്ങളായി ആ ക്യാപ്റ്റൻ ചാമ്പാൻ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ, പ്രോബബ്ലി കഴിഞ്ഞ 10 വർഷമായിട്ട് ബാർസയെ കളിക്കുന്ന ഒരു പ്ലെയർ. താരത്തിനെ ലീവ് ചെയ്യുന്ന തന്നെയാണ് ബാർസലോണയ്ക്ക് നല്ലത്. പക്ഷെ പുള്ളിക്ക് നിൽക്കാനായിട്ട് ഡിസിഷൻ എടുത്തു. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പക്ഷെ പുള്ളി ഇങ്ങനെ ക്ലബിന്റെ, അതായത് അപ്പം പുള്ളി ക്ലബിന്റെ ഒരു എംപ്ലോയി ആണല്ലോ. സോ സാലറി വാങ്ങിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണല്ലോ. സോ ക്ലബിന്റെ ഒഫീഷ്യൽ ഡിസിഷൻസിനെ മാനിക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാർസലോണയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇഷ്ടം പോലെ ടെർ സ്റ്റെഗനെ ഫുള്ളി ഇത് ചെയ്യത്തില്ല. ബട്ട് ടെർ സ്റ്റെഗനെ നമ്മൾ പുറത്താക്കാൻ നോക്കുന്ന രീതി ശരിയല്ല, 100% ശരിയല്ല. പക്ഷെ അത് ടെർ സ്റ്റെഗൻ ചോദിച്ചു വാങ്ങിച്ചു തന്നെയാണ്. ടെർ സ്റ്റെഗൻ കഴിഞ്ഞ സീസണിലെ ഇന്റർ മിലാൻ മാച്ചിന് മുമ്പ് പ്രഷർ ചെയ്യുക, ആൻഡ് ആ VRL മാച്ചിന് ശേഷം ക്രൗഡിനെ അഡ്രസ് ചെയ്യാതിരിക്കുക. ഹാൻസി ഫ്ലിക്കിന് എല്ലാ റൈറ്റും ഉണ്ട്. ടെർ സ്റ്റെഗൻ അഗേൻസ്റ്റ് ആംഗ്രി ആവാനായിട്ടുള്ള എല്ലാ റൈറ്റും ഹാൻസി ഫ്ലിക്കിനുണ്ട്. പക്ഷെ നമ്മുടെ പ്രസിഡന്റും സ്പോർട്ടിംഗ് ഡയറക്ടറും ഹാൻസി ഫ്ലിക്കും ഇവർക്കിടയിലുള്ള ഒരു ക്വാറൻ എങ്ങനെയാലും സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലബിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ടെർ സ്റ്റെഗൻ തേർഡ് ചോയ്സ് ആണ്.
കോച്ചനെ നമ്മൾ പ്രീ സീസൺ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെർസ്റ്റഗൻ തേർഡ് ചോയ്സ് ആണ്. ഇവൻ തിരിച്ചു വന്നാൽ ടെർസ്റ്റഗൻ മിനിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യം ഒരു ഗ്യാരണ്ടിയേ ഇല്ല. ആ ടെർസ്റ്റഗൻ പ്രതീക്ഷിക്കുന്ന ഓക്കെ ജോൺ ഗാർഷ്യ, ഷെസ്നി ഇവരെക്കാളും മേലിൽ തനിക്ക് എന്താ പറയാ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആള് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഇപ്പൊ ടെർസ്റ്റഗന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ടെർസ്റ്റഗൻ 3 മാസത്തേക്ക് ഔട്ടാണെന്ന് പറഞ്ഞാണ് ആളാണെങ്കിൽ ആ പോസ്റ്റ് ഇട്ടത്. സോ ആള് 3 മാസത്തിൽ കൂടുതൽ വെളിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ടെർസ്റ്റഗൻ അതിന് ആൻസർ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം 3 മാസം എക്സാക്ട്ലി ഞാൻ ഔട്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫാൻസിനോട് നമ്മൾ 3 മാസത്തിൽ കൂടുതൽ പുള്ളി റിക്കവർ ചെയ്യാനായിട്ട് ടൈം എടുക്കുവാണെങ്കിൽ എന്തിന് ഞങ്ങൾക്ക് 3 മാസം ഒന്ന് ഒരു ഫോൾസ് ഹോപ്പ് തന്നു എന്നുള്ള കാര്യം നമുക്ക് അങ്ങോട്ട് ടെർസ്റ്റഗനോട് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാർസലോണ ബോർഡിനോട് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്ലെയറിന്റെ ഇഞ്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണോ നമ്മൾ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്? അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടീമിൽ ഫസ്റ്റ് ടീം സ്ക്വാഡിലുള്ള പ്ലേയേഴ്സിന് ഇഞ്ചറി പറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണോ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട്? അത് ഒരു നല്ലൊരു ഇമേജേ അല്ല. ആൻഡ് ലെപ്പോട്ട കഴിഞ്ഞ ദിവസം വന്ന് പറയുകയുണ്ടായി ദർ വിൽ ബി നോ മോർ സൈനിങ്സ് എന്നാണ് തർപ്പിച്ചു പറഞ്ഞു. പ്രിൻസിപ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ ദർ വിൽ ബി നോ മോർ സൈനിങ്സ്. അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ പുള്ളി പറയുകയുണ്ടായി ഞങ്ങളാണെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് ക്യാമ്പ് നൗവിലോട്ട് പോകും എന്നുള്ള കാര്യം വെച്ചാണ് ഞങ്ങൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ കാര്യങ്ങൾ അതുപോലെ പോയില്ല. അത് ആരുടെ കുഴപ്പമാണ്? അത് ബോർഡിന്റെ കുഴപ്പം തന്നെയാണ്. കൺസ്ട്രക്ട് ചെയ്യുന്ന കമ്പനിയുടെ കുഴപ്പമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ബോർഡിന്റെ കുഴപ്പം തന്നെയുണ്ട്. കാരണം എല്ലാം പ്രീ പ്ലാൻ ചെയ്യുക. ഓക്കെ ക്യാമ്പ് നൗവിലോട്ട് പോയില്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ പോയി, അപ്പൊ നമ്മുടെ സൈനിങ്സുകളൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലേ? പുള്ളി ഇപ്പം പറയുന്നത് അതാണ്, നമ്മൾ സൈനിങ്സുകളെ രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും സൈനിങ്സുകൾ കാണത്തില്ല. ആൻഡ് റിസർവ് ടീമിലെ പ്ലേയേഴ്സിനെ ആയിരിക്കും ഹാൻസി ഫ്ലിക്ക് ഇനി കൂടുതൽ യൂസ് ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം പുള്ളി തറപ്പിച്ചു പറഞ്ഞു. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇനിയും ആ പ്ലെയറുമായിട്ട് ലിങ്ക്സ്, ഈ പ്ലെയറുമായിട്ട് ലിങ്ക്സ്, ഒരു ഫുൾ ബാക്ക് വന്നാൽ നല്ലതാണ്, ഒരു സ്ട്രൈക്കർ വന്നാൽ നല്ലതാണ്. ഒന്നും പോസിബിൾ അല്ല. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്ലെയറിനെ നമുക്ക് 50-60 മില്യൺ വിറ്റൂടെ? ഫെറാൻ ടോറസിന് 60 മില്യൺ വിറ്റൂടെ? എന്നിട്ട് നമുക്ക് ഒരു സ്ട്രൈക്കറിനെ വാങ്ങിച്ചൂടെ? എന്റെ ഒരു ആൻസർ ഇതാണ് ബ്രോ, നമ്മൾ 1:1 വി ആർ ഇൻ 4:1. സോ നമ്മൾ ഫെറാൻ ടോറസിനെ 60 മില്യൺ വിറ്റാല് 15 മില്യൺ, അതായത് അതില് 4, അതായത് 100-ല് 25%, അതായത് 60 മില്യന്റെ 25%, 15 മില്യനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 15 മില്യൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫെറാൻ ടോറസ് ലെവൽ ഓഫ് ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ പറ്റൂ? ഇല്ല. സോ ഓൾറെഡി രജിസ്റ്റർ ആയിരിക്കുന്ന ഫെറാൻ ടോറസിനെ എന്തിന് ഡീ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ കൂടുതൽ തലവേദന ക്രിയേറ്റ് ചെയ്തു? കാരണം നമ്മൾ ആ 15 മില്യൺ റേസ് ചെയ്താല് അമോർട്ടൈസേഷൻ ഇല്ലെന്ന് ചോദിക്കാം. നമ്മളിപ്പോ ഒരു പ്ലെയറിനെ നമ്മൾ 100 മില്യൺ വാങ്ങിക്കുവാണെങ്കിൽ 5 വർഷം കോൺട്രാക്ട് ഉണ്ടെങ്കിൽ 20 മില്യണിലെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയാം. ആ 20 മില്യൺ റെക്കോർഡ് ചെയ്യണം, ആ പ്ലെയറിന്റെ സാലറിയും റെക്കോർഡ് ചെയ്യണം. അപ്പൊ 30-35 മില്യൺ അങ്ങനെ തന്നെ ഫ്രീ അപ്പ് ചെയ്യണം. അല്ല ഇപ്പൊ ഒരു 50 മില്യൺ ഒരു പ്ലെയറെ വാങ്ങിച്ചു, അവന്റെ 10 മില്യൺ അമോർട്ടൈസേഷൻ കോസ്റ്റും അവന്റെ സാലറി 15 മില്യൺ, 25 മില്യൺ ഫ്രീ അപ്പ് ആക്കണം. ഫെറാൻ ടോറസിന് വിറ്റാൽ നമുക്ക് 15 മില്യനെ ഫ്രീ ആയി കിട്ടത്തുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പ്ലേയേഴ്സ് എടുക്കണം. റാഷ്ഫോർഡിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് 14 മില്യന്റെ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ജോൺ ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പുള്ളി 6 വർഷം കോൺട്രാക്ട്. സോ 25 മില്യൺ, 4 മില്യൺ അമോർട്ടൈസേഷൻ കോസ്റ്റും 5 മില്യൺ അമോർട്ടൈസേഷൻ കോസ്റ്റും. ആളുടെ സാലറി എത്രയാ? സാലറി എല്ലാം കൂട്ടി ഓൾമോസ്റ്റ് 15 മില്യൺ. അപ്പൊ നമ്മൾ ഫെറാൻ ടോറസിനെ വിൽക്കുവാണെങ്കിൽ 15 മില്യൺ ഫ്രീ അപ്പ് ആക്കുവാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ജോൺ ഗാർഷ്യനെ മാത്രമാണ്. അത് തന്നെ റൂണി ബാർഗനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് 5-6 മില്യൺ ഫ്രീ അപ്പ് ആക്കേണ്ടതുണ്ട്. 5 മില്യൺ 4 മില്യൺ ഫ്രീ അപ്പ് ആക്കേണ്ടതുണ്ട്. റാഷ്ഫോർഡിനെ രജിസ്റ്റർ ചെയ്യാൻ 14 മില്യൺ ഫ്രീ അപ്പ് ആക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഇപ്പോഴത്തെ തലവേദന അതാണ്. റാഷ്ഫോർഡിനെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള 14 മില്യന്റെ ഗ്യാപ്പ്, റൂണി ബാർഗനെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള 3-4 മില്യന്റെ ഗ്യാപ്പ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടീമിലോട്ടാണെങ്കിൽ അതുപോലെ തന്നെ ജോൺ ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു 12 മില്യണേലും മിനിമം റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 12 മില്യൺ ആവറേജ്. സോ ഇത്രയും നമ്മൾ വേജ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. സോ ഓൾറെഡി നമ്മളിപ്പോ കുറെ പ്ലേയേഴ്സിനെ വിറ്റു, ഏകദേശം ഒരു 25-30 മില്യൺ അടുത്ത് 25 മില്യണോളം നമ്മൾ റേസ് ചെയ്തു. പക്ഷെ ആ ഫുള്ള് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ തലവേദന. സോ കമ്മിങ് ഡേയ്സിൽ ഞാൻ മേ ബി 1 മോർ സെയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലബിൽ നിന്ന്. ഒരു സെയിൽ പോലും നടക്കാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ ഗുഡ്. സോ നോ മോർ സൈനിങ്സ്. അത് തന്നെയാണ് എനിക്കും തോന്നുന്ന ഒരു കാര്യം. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ആൻഡ് ലെറ്റ്സ് സേ ടെർസ്റ്റഗൻ സിറ്റുവേഷൻ എങ്ങനെയും സോർട്ട് ഔട്ട് ചെയ്യുക എന്നേ പറയുന്നുള്ളൂ. ആൻഡ് നമ്മുടെ ബോർഡ് ഇപ്പം റിപ്പോർട്ട് വന്നിട്ട് പബ്ലിക്കലി തള്ളുന്നോ മറ്റോ ഒന്നും ഇല്ലല്ലോ. പുള്ളി ഉള്ള പോലെ പറയുന്നുണ്ട്. കാരണം ഇനി തള്ളാൻ പറ്റത്തില്ല. ബാർസയുടെ ഫൈനാൻസ് സിറ്റുവേഷൻ ഇതാണ്. നമ്മള് ക്യാമ്പ് നൗവിലോട്ട് സീസൺ സ്റ്റാർട്ടിൽ എത്താനായിട്ട് പോകുന്നില്ല. സോ ഒളിമ്പിക് മോഞ്ചറിൽ പുള്ളി പറഞ്ഞിട്ടില്ല, ക്യാമ്പ് നൗവിന്റെ പകുതി കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ പോലും ഒളിമ്പിക് മോഞ്ചറിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ റവന്യൂ ക്രിയേറ്റ് ചെയ്യും. സോ ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല.
സോ ബാർസലോണയ്ക്ക് ഇനിയും വന്ന് ലെപ്പോട്ടയ്ക്ക് വന്നിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ പഴയ പോലെ കിടന്ന് തള്ളാൻ പറ്റത്തില്ല. നമ്മള് ബെസ്റ്റ് ഇതായെന്ന്. കാരണം ഇനി എങ്ങനെ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ള തലവേദന നിൽക്കുകയാണ്. സോ പുള്ളിയുടെ റീസൺ ആ ഇന്റർവ്യൂ ഒരു കാര്യം ക്ലിയർ ആണ്. പുള്ളി നമ്മുടെ അരികെ വന്ന് ഇനി ഒരു സെയിൽ നടന്നാലും എന്നെ കുറ്റം പറയരുത്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ, നാളെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി സൈനിങ്സുകൾ ഇല്ല, അമിത പ്രതീക്ഷകൾ വേണ്ട എന്ന് ആള് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ജൂൾസ് കുണ്ടേന്റെ കോൺട്രാക്ട് നമ്മൾ 2030 വരെ റിന്യൂ ചെയ്യാൻ പോവാണ്. വെർബൽ അഗ്രിമെന്റിലും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് ന്യൂസ് ഫോർ us. സോ അത് അനദർ പോസിറ്റീവ് ന്യൂസ്. പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ജൂൾസ് കുണ്ടയുടെ പുറകെ ഉണ്ടായിരുന്നു. കുണ്ടയായിട്ട് വെർബൽ അഗ്രിമെന്റ് എത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് അണ്ണായിട്ട് സൈനായി 2030 വരെ ഒഫീഷ്യലി എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല. സോ അവിടെയും കുറച്ച് ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും